ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനലല്ല ഡ്രീം കളക്ഷൻസ് കേട്ടോ. അപ്പോൾ കുറേ 3 ദിവസമായിട്ട് 3 വീഡിയോ ആയിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ്സാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ അവസാനിച്ചു എന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ പുതിയ പാറ്റേൺ വീണ്ടും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീണ്ടും ബ്രേസ്ലെറ്റ്സ് എന്നെ കാണിച്ചിട്ടാവാം അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഓണത്തിൻ്റെ സാധനങ്ങളാവും കാണിക്കുക. പാലയ്ക്ക, നാഗപട, അങ്ങനെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സാണ് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ബ്രേസ്ലെറ്റ്സിൻ്റെ സെക്ഷൻ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ പുതിയത് വന്നുകൊണ്ടിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു ഈ ചൂട്ടോടെ അത് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യം സൂഫിയുടെ വളകളായിരുന്നു. ഇഷ്ടം പോലെ കണ്ടമാനം പേരുടെ കയ്യിൽ സൂഫിയുടെ വള നമ്മുടെ ഡ്രീം കളക്ഷൻസിൻ്റെ സൂഫി ബാങ്കിൾ ഇല്ലാത്ത എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഫാമിലിയിലെ ഒരാൾ പോലും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഡ്രീം കളക്ഷൻസിൻ്റെ ഫാമിലിയിൽ ഒരാൾ പോലും സൂഫി വാങ്ങാത്തവരില്ലയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും എന്താ പറയുക പേർക്ക് ഇത് ഇഷ്ടമാവും എന്നുള്ളത്. സ്പ്ലിറ്റ് ആയാലും അതെ, പിന്നെ ബാംഗിൾസ് പോലെയുള്ളതായാലും ബ്രേസ്ലെറ്റ്സ് ആയാലും ക്ലിപ്പ് ബാംഗിൾസ് ആയാലും ഈ സൂഫിയുടെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സൂഫിയുടെ തന്നെ കുറച്ചും കൂടി പുതിയ കളക്ഷൻസ് കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂഫിയുടെ വളകൾ കണ്ടപ്പോൾ അതിൻ്റെ മാല കാണിക്കുക, ലോക്കറ്റ് കാണിക്കുക, മോതിരം കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നിനും കാണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാത്തിനും ലോക്കറ്റ് ഉണ്ട്, മാലയുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അല്ലാണ്ട് ഓരോന്നിനും നമ്മൾ പച്ചയും ചുവപ്പും വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ സെറ്റ് പെറുക്കിയെടുത്ത് കാണിക്കുക, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു റെഡ് കാണിക്കാമല്ലോ ഡിവൈനെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇവിടെ തന്നെ തുടങ്ങാം. ഇതിപ്പോൾ റെഡാണ്. അപ്പോൾ ഈ റെഡിൻ്റെ ഇത് റെഡാ റൂബിയാ ഡിവൈന? ഇത് റൂബിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇങ്ങനെ കാണിക്കില്ല റെഡ്. എന്നാൽ ശരി, റെഡാണ് കേട്ടോ, റെഡാണ്. അപ്പോൾ റെഡ് ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റെഡിനുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ ചെയിൻ വരുന്നത്. ഇത് ഈ ബോക്സ് ചെയിനാണ്. അതിൻ്റെ ലോക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതവിടെ വെക്കാൻ ഞാൻ അതായിരിക്കും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇറക്കം വേണമെങ്കിൽ ആക്കാം. ഇത് ഒരു 6 പിടി വരെ ആകാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി കണ്ടോ. ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളറ് ഇങ്ങനെ മാല വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതാ കമ്മൽ എങ്ങനെയാവുമെന്ന് ചോദിച്ചവരുണ്ട്. ഇതാണ് അതിൻ്റെ കമ്മൽ. മോതിരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അടി, മോതിരം ലോക്കറ്റും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് മാല ഞാൻ കാണിച്ചല്ലോ, ഇതാണ് മോതിരം. കമ്മൽ ഡിവൈൻ കാണിച്ചില്ലേ മോളെ? ഇതാണ് കമ്മൽ. അപ്പോൾ വള ആവശ്യമുള്ളവർക്ക് വള, മാല, കമ്മൽ, മോതിരം. പിന്നെ കുറേ പേർക്ക് അങ്ങനത്തെ മാല വേണ്ട, ഞങ്ങൾക്ക് സാധാരണ മാലയും ഇടാനുള്ള ലോക്കറ്റ് മതി എന്ന് പറയുമ്പോൾ അതിനുണ്ട് ഇങ്ങനെയുള്ള ലോക്കറ്റുകൾ. അതായത് സൂഫിയുടെ തന്നെ ഈ സ്റ്റോണാണ്, ഈ സ്ക്വയർ സ്റ്റോണാണ് ഈ സൂഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഫോക്കസ് ആവുന്നില്ല, ഇതാ ഗ്രീൻ ആകുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതാ ഇങ്ങനെയും ലോക്കറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ മാലയമ്മ വേണമെങ്കിൽ ഇടാം. ആ മാലയും നമ്മളുടെ കയ്യിൽ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ മോതിരങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ചുറ്റും കല്ലായിട്ടുള്ള മോതിരമുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരിക. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങളിങ്ങനെ സെറ്റ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇത് റൂബി ആണെങ്കിൽ ഈ റൂബിയുടെ മാല ഉണ്ടാവും, സ്റ്റഡ് കമ്മലുണ്ടാവും, പിന്നെ മോതിരം ഉണ്ടാവും. അല്ല മാല വേണ്ടെങ്കിൽ ലോക്കറ്റ് ഉണ്ടാവും. അത് ഈ ടൈപ്പ് ഉണ്ടാവും, ഈ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് വരാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ബ്രേസ്ലെറ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് റൂബി. ഇത് നിങ്ങൾക്ക് ഈ ഡിസൈൻ നല്ല പരിചയം ഉണ്ടാവും. ഇല നമ്മൾ കുറേ സ്പ്ലിറ്റ് ബാങ്കിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോണുണ്ട്, വൈറ്റ് സ്റ്റോൺ. അതായത് ഈ ഇലയുടെ തന്നെ കമ്മലും വരുന്നുണ്ട്. അപ്പോൾ കമ്മലും മാല നിങ്ങൾക്കറിയാലോ, ഇത് തന്നെ ഇലയുടെ ഒരു മാല, ഈ ഇല ലോക്കറ്റായിട്ടുള്ള മാല. അല്ലെങ്കിൽ വേണ്ട ഈ സൂഫിയുടെ ബ്ലാക്ക് ഇങ്ങനത്തെ മറ്റേ ചെയിൻ എടുത്താൽ മതി. അപ്പോൾ അതിലിതേ ഇത് മൂന്നല്ല കേട്ടോ, 4-5 കളേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇത്രയും കാണിച്ചുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ തികയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ഈ സ്റ്റാറാണ്. ഇതിനും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള
ലോക്കറ്റോ കമ്മലോ ഒക്കെ സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിങ്ങനെ ലവ് നല്ലൊരു ഡിസൈനാണ്. ഇത് ഇങ്ങനൊരു ഡിസൈൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്പ്ലിറ്റ് ബാങ്കിളിലും കണ്ടിട്ടുണ്ടാവും, ക്ലിപ്പുള്ള ബാങ്കിളിലും ഈ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഡിസൈൻസാണ്. അപ്പോൾ അതിൽ ചിലർക്ക് വളയിടുമ്പോൾ എങ്ങനെയാണ് ക്ലിപ്പ് വലുതാണ് ചെറുതാണെന്നൊക്കെ പറയുമ്പോൾ ഇതാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിതിങ്ങനെ കണ്ടോ, ഇത് ഫുൾ വട്ടക്കണ്ണിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഈ കൊളുത്ത് ചെറുതാക്കി സൈസിന് നമുക്കിങ്ങനെ ഇടാവുന്നതുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റാണ് ഈ സൂഫിയുടെ സെറ്റ് ബ്രേസ്ലെറ്റ്. ഇനിയിപ്പോൾ കുറേ സ്റ്റോൺസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റോൺസിൻ്റെ നിങ്ങൾക്ക് കുറച്ച് കളക്ഷൻ കണ്ടിട്ടുണ്ടാവും, പുതിയത് വന്നപ്പോൾ ഞാൻ അതും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ തിരിച്ച് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വീണ്ടും അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ച് തായോ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാതും നന്നായി സൂം ചെയ്തിട്ടാണ് ഡിവൈൻ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേരുണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് എടുക്കണതല്ലേ, ഞങ്ങൾക്കത് കാണണം എന്നുണ്ടാവില്ലേ, അതുകൊണ്ട് നിങ്ങളിത് കാണിക്കുമെന്ന് പറയും. ഞാനിത് ഒന്നേന്നല്ലാതെ ഇരുന്ന് കാണിച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ച സാധനം ഇതിലില്ല, എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലത്തെയാണ് എനിക്ക് ആവശ്യം എന്ന് പറയും. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഈ കാണുന്നതിൽ നിങ്ങൾക്ക് നന്നായി ഇഷ്ടം തോന്നുന്നത് മാത്രം ഇതിന് എത്ര വില ആൻറ്റിന്ന് ചോദിച്ചാൽ അത് 1 അല്ല 2 3 4 കൂട്ടം ഇഷ്ടമായത് നിങ്ങൾ ചോദിച്ചോ, ഞാൻ ഒരു വിഷമമില്ലാണ്ട് നിങ്ങൾക്ക് വില പറഞ്ഞു തരും. എന്നിട്ട് പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് വില പറഞ്ഞുകൂടാന്ന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഡാഡിക്ക് ഇതിൻ്റെ ഹോൾസെയിലാണ്. അപ്പോൾ ഡാഡി കൊടുക്കുന്ന വിലയിലാവില്ല പുറമെയുള്ള കടകളിൽ നിന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെയും കൂടി ചീറ്റ് ചെയ്യണ പോലെ. അപ്പോൾ നമ്മൾ വില കുറച്ച് കൊടുത്തു, അവർക്ക് വില കൂട്ടി കൊടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വില ഒന്നിനും പറയാത്തത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് റൂബിയുടെ, ഇതിൽ നേരത്തെ കണ്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളതിൻ്റെ ഇത് ഇങ്ങനെയല്ലാന്ന് തോന്നുന്നുണ്ട്, പ്ലെയിനാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും അഡ്ജസ്റ്റബിൾ. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ വലിപ്പം ശരിയാവണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാതും വട്ടക്കണ്ണി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട്, അല്ലെങ്കിൽ കയ്യിന് പാകമില്ല എന്നൊക്കെ പറയും, അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ പറയുന്നു, ഇത് തന്നെ മാലയുണ്ട്, സ്റ്റഡ് ഉണ്ട്, ഇത് കേട്ടോ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം നെക്ലസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു സെറ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്ലസും കമ്മലും ഉണ്ട് അല്ലേ, ഇതിൻ്റെ കമ്മലും ഉണ്ട്. അതുപോലെ ഇതൊക്കെ റൂബി മാത്രമാണ് കേട്ടോ. ഈ 4 സെക്ഷൻ റൂബി മാത്രമാണ്. ഇനി ഇത് റൂബി വൈറ്റ് കേട്ടോ, നല്ല വർക്കാണ്, ശരിക്കും ഡയമണ്ട് ഫിനിഷാണ്. റൂബി വൈറ്റും പിന്നെ ഗോൾഡും അങ്ങനെയായിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നമ്മളുടെ എല്ലാ വളകളും ഈ ഡിസൈനിലുണ്ട്. കമ്മലുണ്ട്, മാലയുണ്ട്, ലോക്കറ്റ് ഉണ്ട്, ഒക്കെ ഈ ഡിസൈനിലുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ലവ് ആണെങ്കിൽ ലവിൻ്റെ ഡിസൈനിലുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതും അതുപോലെ ചെയ്യാം, ലവ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, പുതിയ കളക്ഷൻസാണ്. ഇനി വരാനുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ബ്രേസ്ലെറ്റ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ അയ്യോ അന്ന് അത് എടുക്കണ്ടായിരുന്നു, ഇതെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങൾ അന്ന് മുമ്പ് എടുത്തതായാലും ഇതെടുത്തതായാലും ഒരെണ്ണത്തിൻ്റെ വില നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസിന്. ഭയങ്കര ഇഷ്ടമായി എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കാത്തടത്തുനിന്നൊക്കെയാണ്, പുറമേ നിന്നൊക്കെയാണ് എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ നിസ്സാരം പറയാൻ ഇസ്രായേലുള്ള ഒരു മോള് ആ കുട്ടിയുടെ നാത്തൂന് വേണ്ടിയിട്ട് ഒരു നെക്ലസ് ഒരു സെറ്റ് സെലക്ട് ചെയ്യാൻറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ വേണമെങ്കിൽ അവിടെ സർപ്രൈസായിട്ട് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അത്ര വിശ്വസിച്ചിട്ട് ഇത്ര ഇതിൽ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി കുറേ ഗിഫ്റ്റ് ബോക്സുകളാക്കിയിട്ട്, അതായത് ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് കൊടുത്തയച്ചത്. ആ കുട്ടിക്ക് അവിടെ ചെന്നിട്ട് അവൾ തുറന്നു പോലും നോക്കാണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എന്നോടുള്ളൊരു വിശ്വാസം. അപ്പോൾ ഞാനും ആ വിശ്വാസം ഒരിക്കലും തകർക്കില്ല. അപ്പോൾ നമുക്കിതുപോലെ ഭംഗിയായിട്ട് മുന്നിലേക്ക് പോകാം.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലത്തെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്, ഇത് പുതിയത് വന്നതാണ്. അപ്പോൾ ഇനിയും വരും. ഞാനപ്പോൾ പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും. അപ്പം നിങ്ങൾക്ക് അധിക ഭാഗം എല്ലാവരും സ്റ്റാറ്റസ് കണ്ടിട്ടാണ് എനിക്ക് ഇന്നത് വേണമെന്ന് പറയാറ്. പക്ഷേ 24 മണിക്കൂർ കഴിയുമ്പോൾ ആ സ്റ്റാറ്റസ് തന്നെ അതില്ലാണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റാറ്റസിൽ ആ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്നിട്ട് വേണം എനിക്ക് സെൻഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും, നാളെ ഈ നേരമാകുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റി ആ വൈറ്റ് ലവിൻ്റെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എത്ര തരം ലവ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്കത് ആശയക്കുഴപ്പം വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ഞാൻ അതിൻ്റെ റേറ്റ് പറയും. പിന്നെ പതിവ് പോലെ കേരളത്തിനകത്താണെങ്കിൽ 50 രൂപയും പുറത്താണെങ്കിൽ 100 രൂപയും കൊറിയർ സർവീസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒന്നിച്ചുള്ള യാത്ര തുടരാം.